അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തേർഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്. തേർഡ് പാർട്ടിൽ ഫുൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു. പിന്നെ ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമ്മുടെ ബാക്കിയുള്ള പരീക്ഷകളുണ്ടല്ലോ, മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, അതിനൊക്കെ ഫുൾ സപ്പോർട്ട് ആയിരിക്കും. ലൈവ് സെഷൻസ് ഉണ്ടാവും, ഈ ചെറിയ 10 മാർക്സ് 8 മാർക്സ് ഉറപ്പുള്ള വീഡിയോസ് ഉണ്ടാവും അല്ലേ. നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഇത് മിസ് ചെയ്തവർക്കൊക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കുറേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയിൽ അതേപോലെ തന്നെ വന്നത് അല്ലേ. അപ്പോൾ അത് കണ്ടവർക്കൊക്കെ മാർക്ക് സിമ്പിളായിട്ട് കിട്ടുന്നു. അതുപോലെ നമ്മൾ മാത്സിനും ബയോളജിയും ഒക്കെ ഇന്ന് ഇടുന്നതായിരിക്കും. അതൊക്കെ മിസ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു 230 വോൾട്ട്. ഓക്കെ, ശരി. ഒരു ഹീറ്റിംഗ് കോയിൽ ഉണ്ട്, ഒരു ബാറ്ററി ആയിട്ട് കണക്റ്റഡ് ആണ്. ബാറ്ററി 230 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. 2 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട് ഇൻ 5 മിനിറ്റ്സ്. ചാർജാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. ഈ റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണ് ചാർജ് എന്തായിരിക്കും? Q = I × T. I തന്നിട്ടുണ്ടോ? I തന്നിട്ടുണ്ടല്ലോ 2 ആംപിയർ. T തന്നിട്ടുണ്ടോ? T തന്നിട്ടുണ്ട്. എവിടെയാണ് T? 5 മിനിറ്റ്സ്. 5 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q = I × T. I എത്രയാണ്? 2 × 5 മാത്രമല്ല, 5 മിനിറ്റ്സ് ആണ്. അപ്പോൾ സെക്കൻഡ്സിലേക്ക് ആക്കണം. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് പോവും. അപ്പോൾ 2 × 5 10 ആണ്. 10 × 60 600. 600 യൂണിറ്റ് കൂടും. ടിക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ടിക്ക് ചെയ്ത് പോവുക. ഈ 60 ഇവിടെ വന്നില്ലെങ്കിൽ അവിടെ തെറ്റി. 60 വന്നില്ല, നിങ്ങൾക്ക് 10 കിട്ടും. 10 ടിക്ക് ചെയ്തവർക്ക് മാർക്ക് കിട്ടില്ല. അത് ശ്രദ്ധിക്കാം. അടുത്തത്, വാട്ട് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി ഡിവൈസ്? ഈ ഹീറ്റിംഗ് ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? നമുക്കറിയാം റെസിസ്റ്റൻസ് എവിടെ നിന്ന് കിട്ടുക? V = IR ഫോർമുല എന്നല്ലേ, ഓംസ് ലോ എന്നല്ലേ. ഇതിൽ വിയും തന്നിട്ടുണ്ട്, ഐയും തന്നിട്ടുണ്ട്. R എങ്ങനെയാണ് പിടിക്കാൻ? ജസ്റ്റ് R = V/I. V എന്താണ്? 230 വോൾട്ടാണ് തന്നിട്ടുണ്ട്. R എന്താണ്? 2 ആംപിയർ ആണ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 230/2 = 115. 115 മൾട്ടിപ്ലൈ ചെയ്താൽ ഓക്കെ കറക്റ്റാണ്. 115 ഓംസ് ആണ്. അപ്പോൾ അത് 115 ഓംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് മാർക്ക് വീഴും. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദി ഹീറ്റിംഗ് ഡിവൈസ്. പവറിന് കുറേ ഫോർമുല ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫോർമുല ഉപയോഗിക്കുക. എനിക്കിഷ്ടം VI ആണ്. ഇവിടെ 2 വിയും ഐ തന്നിട്ടുണ്ട്. VI ഉപയോഗിക്കുക. VI ഉപയോഗിച്ചെന്ന് കിട്ടും? V 230 വോൾട്ടാണ്, I 2 ആണ്. 230 × 2 460. യൂണിറ്റ് എന്താണ്? പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. അപ്പോൾ യൂണിറ്റ് തെറ്റിക്കരുത്. യൂണിറ്റ് തെറ്റിച്ചാൽ അവിടെ ഒരു 1/2 മാർക്ക് പോകും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മാർക്കിൽ സിമ്പിൾ ചോദ്യമായിരുന്നു. ജസ്റ്റ് ഓംസ് ലോയും നമ്മുടെ കറണ്ടിൻ്റെ ഇക്വേഷനൊക്കെ ഉപയോഗിച്ചുള്ള ക്വസ്റ്റൻ ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. എല്ലാവർക്കും മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. 22nd ക്വസ്റ്റനും നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ്. നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് സീരീസും പാരലും എന്തായാലും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരും. അതുപോലെ തന്നെ വന്നു. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. 3 റെസിസ്റ്റൻസ് ഓഫ് 4 Ω 6 Ω and 12 Ω ആർ ഗിവൺ ടു യു. നമുക്ക് ഈ 3 തന്നിരിക്കുന്നു കയ്യിൽ. വാട്ട് ഈസ് ദി ഹയസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ജനറേറ്റ് അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് യൂസിങ് ഓൾ ഓഫ് ദം? 3 ഉപയോഗിക്കണം. ഏറ്റവും ഹയസ്റ്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കിട്ടുക? നമുക്കറിയാം റെസിസ്റ്റൻസ് എപ്പോഴും ഇൻക്രീസ് ചെയ്യുക എപ്പോഴാണ്? സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റൻസ് മാക്സിമം ആവാം. പാരലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയും, സീരീസിലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യണം? ഈ 4ഉം 6ഉം 12 3ഉം സീരീസിൽ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ സീരീസിൽ കണക്ട് ചെയ്യുക. സീരീസിൽ കണക്ട് ചെയ്ത് എന്താ ഗുണം? എന്താ? 3ഉം ആഡ് ചെയ്യും. അപ്പോൾ 4ഉം എന്താണ്? 6ഉം 12ഉം അല്ലേ? 3ഉം കൂടി ആഡ് ചെയ്തിട്ട് 4ഉം 6ഉം ആഡ് ചെയ്താൽ 10 + 12 22 ഓംസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം 22 ഓംസ് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒന്നും ആവശ്യമില്ല. വാട്ട് ഈസ് ദി ഹയർ റെസിസ്റ്റൻസ്? അതിൻ്റെ എഴുതേണ്ട ആവശ്യമുണ്ട്. 22 ഓംസ് ആണ് നിങ്ങൾക്ക് ഹയസ്റ്റ് കിട്ടാൻ പോകുന്നത്. എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. 4 + 6 10 10 + 12 22. അപ്പോൾ 22 ഓംസ് ആണ് കറക്റ്റ്. എപ്പോഴാണ് കിട്ടുക? അത് സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണ് കിട്ടുക. നെക്സ്റ്റ് പാർട്ട് നോക്കാം. വാട്ട് ഈസ് ദി ലോവസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ യൂസിങ് 6 and 12? ഈ 6ഉം 12ഉം മാത്രം ഉപയോഗിച്ച് ലോവസ്റ്റ് റെസിസ്റ്റൻസ് എപ്പോഴാണ് കിട്ടുക? രണ്ടും പാരലൽ കണക്ട് ചെയ്യുമ്പോൾ. രണ്ടും പാരലലിൽ കണക്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. സീരീസ് കണക്ട് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യും എഫക്റ്റീവ് റെസിസ്റ്റൻസ്, പാരലൽ കണക്ട് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. വീണ്ടും ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പാരലൽ കണക്ട് ചെയ്താൽ എന്താണ് റെസിസ്റ്റൻസ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? രണ്ടും പാരലൽ നമ്മൾ കണക്ട് ചെയ്തത്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. R1 R2/R1 + R2. ഇത് ബൈഹാർട്ട് പഠിച്ചവർക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ R1 6 ആണ്, R2 12 ആണ്. ഡിവൈഡഡ് ബൈ R1 + R2 12 + 18 അല്ലേ? ഇത് 3ആയി. 3ഉം ഇത് 4. 4 ഓംസ് ആണ് ആൻസർ. ആർ എഫക്റ്റീവ് 4 ഓംസ് ആണ്. 4 ഓംസ് ആണ് ആൻസർ. ദാറ്റ് ഈസ് ദി ലീസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഫ്രം കണക്ടിങ് ദി 6 and 12 ഓംസ് റെസിസ്റ്റൻസ് ടുഗെദർ. ഇതാണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ തന്നെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റനിലേക്ക് കൊടുക്കാം. 23rd ക്വസ്റ്റൻ നോക്കാം. ദ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിക് പവർ ജനറേറ്റഡ് ഇസ് ഇൻക്രീസ്ഡ്. വോൾട്ടേജ് ഇസ് ഇൻക്രീസ്ഡ് ഫ്രം 11 kV to 220 kV in power transmission. Okay, ശരി, full stop. But the household supply is
ഇസ് പ്രൊവൈഡഡ് അറ്റ് 230 വോൾട്ട്. വീട്ടിലേക്ക് കിട്ടുമ്പോൾ 230 വോൾട്ടാണ്. പക്ഷേ ആ ഇനീഷ്യൽ ഫസ്റ്റ് ഫേസിൽ എന്താണ് ചെയ്യുന്നത്, 11 കിലോ വോൾട്ടിൽ നിന്ന് കൂട്ടിയിട്ട് 220 കിലോ വോൾട്ടിലേക്ക് ആക്കുകയാണ്. ഓക്കെ, കഥയൊക്കെ കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ യൂസ് അറ്റ് ദി ഫസ്റ്റ് ഫേസ് ഓഫ് ദി പവർ ട്രാൻസ്മിഷൻ. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 11 കിലോ വോൾട്ടിൽ നിന്ന് 220 കിലോ വോൾട്ട്. എന്താണ് ചെയ്യുന്നത്, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാണ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം എന്താണ്, സ്റ്റെപ്പ് അപ്പ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത് ലൈവിൽ കണ്ടവർക്കൊക്കെ അറിയാം, നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ് സ്റ്റെപ്പ് അപ്പ് എന്താണ്, സ്റ്റെപ്പ് ഡൗൺ എന്താണ്, ഇത് ക്വസ്റ്റ്യൻ വരുന്നു പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ആണ് അതിൻ്റെ ആൻസർ ഫസ്റ്റ് ഫേസിൽ. റൈറ്റ് ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ യൂസ് അറ്റ് ദി ഡിസ്ട്രിബ്യൂഷൻ ലൈൻ. ഡിസ്ട്രിബ്യൂഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് നമ്മൾ കടത്തി വിടുന്ന ലൈൻ ഉണ്ടല്ലോ, അതാണ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ. അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഈ 220 കിലോ വോൾട്ടിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഹൗസ് വോൾട്ട് വീട്ടിലേക്ക് കിട്ടുമ്പോൾ 230 വോൾട്ടാക്കാണ്. അപ്പോൾ കിലോ വോൾട്ടാണ്, വെറും 220 വോൾട്ട് അല്ല, കിലോ വോൾട്ടിനെ വെറും വോൾട്ടിലേക്കാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാണ്. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അത്രേ ഉള്ളൂ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് കഴിഞ്ഞാൽ ഇവിടെയും മാർക്ക് വീണു. അപ്പോൾ 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടിയല്ലോ. ലൈവ് കണ്ടവർക്ക് 2 മാർക്ക് അവിടെ കിട്ടി. നെക്സ്റ്റ്, റൈറ്റ് എനി 2 സ്ട്രക്ചറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതും ലൈവ് കണ്ടവർക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞോ വയേഴ്സ് എങ്ങനെ ഡിഫറൻറ്റ്, പെട്ടെന്ന് എഴുതിക്കോളൂ. നോക്കിയോ, സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ ഒരു പെട്ടി വരയ്ക്കുക, സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ എന്താണ് വ്യത്യാസം നോക്കിക്കോളൂ. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ, സ്റ്റെപ്പ് അപ്പ് എന്താ, ബേസിക്കലി ഇങ്ങനെ ഒരു കോയിൽ, ഇങ്ങനെ ഒരു കോയിൽ. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി സെക്കൻഡറി കോയിലായിരിക്കും വോൾട്ടേജ് കൂടുതലേ, സെക്കൻഡറി കോയിലായിരിക്കും നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ. അപ്പോൾ സെക്കൻഡറി ഫുൾ എഴുതുന്നില്ല, സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് n കൂടുതലായിരിക്കും എന്ന് എഴുതിയാൽ അവിടെ മാർക്ക് വീടും. ഇതിലോ സ്റ്റെപ്പ് ഡൗണിൽ നേരെ തിരിച്ചായിരിക്കും, സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് n എന്തായിരിക്കും, കുറവായിരിക്കും. അങ്ങനെയാണ് പ്രൈമറിയിലോ. ഇതിപ്പോൾ ഞാൻ 3 ഡിഫറൻസ് പറയാൻ പോവാണ്, നിങ്ങൾ ഏതിൽ എഴുതിയാൽ മതി. ഇപ്പോൾ സെക്കൻഡറിയോ പ്രൈമറിയോ എന്തെങ്കിലും എഴുതുക. അപ്പോൾ പ്രൈമറിയിൽ നമ്മുടെ സ്റ്റെപ്പ് അപ്പിൽ എന്താണ്, പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. അപ്പോൾ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഇതിലോ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ചെയ്താൽ 2 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് നമ്മുടെ തിക്ക് വയസ്സാണോ തിൻ വയസ്സാണോ എന്നാണ്. ഇതിലെങ്ങനെയായിരിക്കും, എവിടെയാണോ നമ്പർ ഓഫ് ടേൺസ് കുറവ് അവിടെ ആയിരിക്കും നമ്മുടെ തിക്ക് വയസ് യൂസ് ചെയ്യുക. ഇത് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്താൽ കേട്ടോ. അപ്പം തിക്ക് വയസ്, ഇവിടെ തിക്ക് വയസ്, നമ്മുടെ സ്റ്റെപ്പ് അപ്പിൽ തിക്ക് വയസ് എവിടെയാണ്, തിക്ക് വയസ് എവിടെയാണ് യൂസ് ചെയ്യപ്പെടുന്നത്, തിക്ക് വയസ് ആർ യൂസ്ഡ് ഇൻ പ്രൈമറി കോയിലാണ് തിക്ക് വയസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തായിരിക്കും, നേരെ തിരിച്ചായിരിക്കും, തിക്ക് വയസ് എവിടെ യൂസ് ചെയ്യുന്നത്, സെക്കൻഡറി കോയിൽ. തിക്ക് വയേഴ്സ് സെക്കൻഡറി കോയിൽ. ഇത്രയും ഇതിൽ ഏത് 2 ഡിഫറൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, റൈറ്റ് എനി 2 സ്ട്രക്ചറൽ ഡിഫറൻസസ് അല്ലേ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്ക് വീണു. അല്ലാണ്ട് വോൾട്ടേജ് കൂട്ടും അത് വോൾട്ടേജ് കുറക്കുന്ന എഴുതിയാൽ പോരാ. കാരണം എന്താ ചോദിച്ചെന്താണ്, സ്ട്രക്ചറൽ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് 1/2 മാർക്കൊക്കെ അവിടെ വീഴും. പക്ഷേ ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതുക, ഈ സാധനം അല്ലെങ്കിൽ ഈ സാധനം 2 എഴുതിയാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് വീണു. അങ്ങനെ 1 + 1 + 1 3 മാർക്ക് ഈസിലി കിട്ടും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് 24th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് EMF ആണ്. EMF ഒബ്റ്റെയിൻ ഫ്രം 3 ഇലക്ട്രിക്കൽ സോഴ്സസ്. 3 ഇലക്ട്രിക്കൽ സോഴ്സിൽ നിന്ന് കിട്ടിയ EMF അല്ലെ വോൾട്ടേജിൻ്റെ ഗ്രാഫ് തന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്, ഐഡൻറ്റിഫൈ എനി 2 സോഴ്സസ്. ഏതെങ്കിലും 2 ഐഡൻറ്റിഫൈ, നമുക്ക് എല്ലാം കൂടെ ഐഡൻറ്റിഫൈ ചെയ്തേക്കാം. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്, AC ജനറേറ്റർ നിന്നാണ്. അപ്പോൾ AC ജനറേറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് അതിൻ്റെ സ്ട്രക്ചർ ചോദിക്കും, പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ചോദിക്കും. നമ്മുടെ റിവിഷൻ വീഡിയോയിലുണ്ടായിരുന്നു, നമ്മുടെ iPad വീഡിയോ ഇല്ലേ, നമ്മുടെ ടാബ്ലറ്റിൽ എഴുതിയ വീഡിയോ, എൻ്റെ മുഖം കാണാത്ത അതിലുണ്ടായിരുന്നു ആ സാധനം. രണ്ടാമത്തെ എന്താണ്, ഇത് സാധാരണ DC ആണ്, നേരെയുള്ള DC ആണ്, വേരി ചെയ്യാത്ത DC. എവിടെ നിന്നാണ് കിട്ടുക, ബാറ്ററി നല്ല സെല്ലിന്ന്, ബാറ്ററി ഓർ സെല്ലിന്ന്. ഓക്കെ, ഇതെവിടെ നിന്നാണ് കിട്ടുക, ഇത് DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ്. ഇവിടെ നിങ്ങൾ DC ജനറേറ്റർ എന്ന് എഴുതിയിരുന്നെങ്കിൽ അത് തെറ്റാണ് കേട്ടോ, ശ്രദ്ധിക്കണം. DC ജനറേറ്ററിൽ DC കറണ്ടാണിത്, പക്ഷെ എന്താണ്, താഴേക്ക് പോകുന്നില്ല, കറണ്ടിൻ്റെ ഡയറക്ഷൻ വേരി ചെയ്യുന്നില്ല. കറണ്ടിൻ്റെ അല്ലെ വോൾട്ടേജിൻ്റെ അല്ലെ EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുന്നുണ്ട് അല്ലെ, കൂടുന്നുണ്ട് കുറയുന്നുണ്ട്, പക്ഷേ ഡയറക്ഷൻ ചെയ്യുന്നില്ല, താഴേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതെന്താണ്, DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ്. ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്തു നമ്മൾ. ഇതിൽ ഏതിൽ 2 എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഏതാ നിങ്ങൾ എഴുതിയെന്ന് എനിക്കറിയില്ല, എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അവിടെ ഒരു മാർക്ക് വീണു. റൈറ്റ് എനി 2 പെക്യുലാരിറ്റീസ് ഓഫ് ഈച്ച് ഓഫ് ദ EMF ഷോൺ ഇൻ ദി ഗ്രാഫ് A and B. എയും ബിൻ്റെ പെക്യുലാരിറ്റി എഴുതാൻ. ഓക്കെ, റൈറ്റ് എനി 2 പെക്യുലാരിറ്റീസ് ഓഫ് ഈച്ച്. അപ്പോൾ ഇതിൻ്റെ 2 പെക്യുലാരിറ്റി എഴുതണം. AC ഈ ഗ്രാഫിൽ എന്താണ്, നമുക്ക് ഒരു പെക്യുലാരിറ്റി മനസ്സിലാക്കുന്നത് എന്താണ്, EMF ഇസ് വേരിയിങ് അല്ലേ, EMF മാറിക്കൊണ്ടിരിക്കുകയല്ലേ ടൈമിനനുസരിച്ച്, വിത്ത് ടൈം എന്ന് കൂടി എഴുതാം വേണമെങ്കിൽ.
അപ്പം ഇ എം എഫ് ഇസ് വേരിയിങ്ങോ ഇ എം എഫ് ഇസ് ചേഞ്ചിങ് വിത്ത് ടൈം എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഇനി വെറുതെ ഇ എം എഫ് ഇസ് വേരിയിങ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഒരു പെക്യുലാരിറ്റി അല്ല, ഇ എം എഫ് ഇങ്ങനെ മാറിക്കളിക്കല്ലേ, ശരിയാണ്. അപ്പോൾ ഒരു പെക്യുലാരിറ്റി കിട്ടി. രണ്ടാമത്തെ എന്താണ്, ഇ എം എഫ് ഡയറക്ഷൻ ഓഫ് ഇ എം എഫ്. ഇ എം എഫിൻ്റെ ഡയറക്ഷൻ എന്താണ്, ഓഫ് ഇ എം എഫ് ഇസ് വേരിയിങ് അല്ലെ ഇസ് ചേഞ്ചിങ്, ഇസ് വേരിയിങ് ഓർ ഇസ് ചേഞ്ചിങ് വിത്ത് ടൈം. വിത്ത് ടൈം എന്ന് എഴുതിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിന്നാണ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെ വാല്യൂ അല്ലെ സ്ട്രെങ്ത് എന്ത് എഴുതാനും അല്ലെ വെറും ഇ എം എഫ് ഇസ് വേരിയിങ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താണ് ബേസിക്കലി ഈ സംഭവം അങ്ങനെ മാറി കളിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡോ ഇ എം എഫിൻ്റെ വാല്യൂ അല്ലെ ഇ എം എഫിൻ്റെ നമ്പറോ എന്താണ് കുഴപ്പമില്ല, അല്ലെ വെറും ഇ എം എഫ് ഇസ് വേരിയിങ് വിത്ത് ടൈം എന്ന് എഴുതിയാൽ അവിടെ ഒരു പെക്യുലാരിറ്റി കിട്ടി. രണ്ടാമത്തത് ഇ എം എഫിൻ്റെ ഡയറക്ഷൻ ഓഫ് ഇ എം എഫ് മാറുന്നുണ്ട് അല്ലേ, താഴേക്ക് പോകുന്നുണ്ട് മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവിൽ പോകുന്നുണ്ട്, നെഗറ്റീവ് നെഗറ്റീവ് അല്ലേ, അപ്പോൾ ഇ എം എഫിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് പെക്യുലാരിറ്റി അവിടെ കിട്ടിയല്ലോ. ഇനി ഗ്രാഫ് ബീൻ്റെ രണ്ട് പെക്യുലാരിറ്റി ചോദിച്ചിട്ട് ഇവിടെ എന്താണ് പെക്യുലാരിറ്റി, ഒന്നുമില്ല, ഡി സി കറണ്ട് ആണല്ലേ. അപ്പോൾ ഡി സി കറണ്ട്, ഈ കറണ്ട് എന്താണ്, ഇ എം എഫ് എന്താണ്, ഇ എം എഫ് ഇസ് നോട്ട് വേരിയിങ് വിത്ത് ടൈം. ഇ എം എഫ് വേരി ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഡയറക്ഷൻ ഓഫ് ഇ എം എഫ് ഇസ് ഓൾസോ നോട്ട് വേരിയിങ്. ഡയറക്ഷനും എന്താണ്, ഓഫ് ഇ എം എഫ് എന്താണ്, വേരി ചെയ്യുന്നില്ല, നോട്ട് വേരിയിങ് ആണ്, നോട്ട് വേരിയിങ് ഓർ നോട്ട് ചേഞ്ചിങ്. ശരിയല്ല, ഡയറക്ഷനും എല്ലാം എപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല അല്ലെ, ഇങ്ങനെ ഇളകി കളിക്കുന്നില്ല. ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, അല്ലെ വെറും ഡി സി ഇ എം എഫ് മാറുന്നില്ല എന്ന് എഴുതിയാൽ മതി. നോട്ട് ചേഞ്ചിങ് അല്ല നോട്ട് വേരിയിങ് എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് 2 മാർക്ക് അവിടെ വീണേനെ. ഓക്കെ, അപ്പോൾ സിമ്പിൾ അല്ല. അപ്പോൾ 24th ക്വസ്റ്റൻ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 25th ക്വസ്റ്റൻ നോക്കാം. ഹൗ ഫോസിൽ ഫ്യൂൽസ് ആർ ഫോംഡ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വലിയ രസമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ അവിടെ പൊക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ സംഭവങ്ങളിലെ മിക്ക പോയിന്റ്സ് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒരു മെയിൻ പോയിന്റ്സ് എന്താണ് പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് വെന്റ് അണ്ടർ ദി എർത്ത് കാസ്റ്റ് മില്യൺസ് ഓഫ് മില്യൺസ് ഒന്നും എഴുതിയും കുഴപ്പമില്ല, ലോങ് ടൈം അഗോ എന്നൊക്കെ എഴുതിയാൽ മതി. എർത്തിൻ്റെ ക്രസ്റ്റിൽ ഫോം ചെയ്ത നമ്മുടെ പ്ലാന്റ്സും ആനിമൽസും, പണ്ട് മരിച്ച പ്ലാന്റ്സും ആനിമൽസിന് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ കിട്ടുന്നത്, ഫോസിൽ ഫ്യൂൽസ് കിട്ടുന്നത് ഒരു പോയിന്റ്. ഇനി ട്രാൻസ്ഫോർമേഷൻ ടൂക്ക് അണ്ടർ പ്ലേസ് ഇൻ ആബ്സെൻസ് ഓഫ് എയർ വരണം, ഹൈ പ്രഷറും വരണം. അപ്പോൾ ഹൈ ടെമ്പറേച്ചറും കൂടി വന്നാലും നന്നായിരിക്കും. അപ്പോൾ ഇതിൽ ഏതിൽ രണ്ടെണ്ണം വന്നാൽ മതി, ആബ്സെൻസ് ഓഫ് എയറിനോ ഹൈ പ്രഷറിനോ ഹൈ ടെമ്പറേച്ചറിനോ അതിൻ്റെ ആ കണ്ടീഷനിലാണ് ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നതെന്നും കൂടി എഴുതിയാൽ അവിടെ മാർക്ക് കിട്ടി. പിന്നുള്ള കാര്യങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. നമ്മുടെ ഹൗ ആർ ഫോസിൽ ഫ്യൂൽസ് ഫോംഡ് ആൻസർ അത്ര എഴുതിയാൽ അവിടെ മാർക്ക് വീണു. രണ്ടാമത്തെ പാട്ട് എന്നാണ് ചോദിക്കുന്നത്, അത് കുറച്ച് ട്രിക്കിയാണ് കേട്ടോ. വാട്ട് ആർ ദി പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ ആൻസർ നമ്മളിതുവരെ ഫൈനലൈസ് ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് കോളിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഒന്നും എഴുതിയിട്ടില്ല. ആകെ എഴുതിയിട്ടുള്ളത് കോളിൻ്റെ ഡിസ്റ്റിലേഷനിൽ വെൻ കോളസ്, ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ സാധനമാണിത്. ഓക്കെ, വെൻ കോളസ് ഡിസ്റ്റിൽഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എയറിൻ്റെ ആബ്സെൻസിൽ ഡിസ്റ്റിൽ ചെയ്യപ്പെട്ടാൽ എന്തൊക്കെ ഫോം ചെയ്യും, അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ ആൻഡ് കോക്ക് ഫോം ചെയ്യും. ഇത് എഴുതിയിട്ടുണ്ട്. പക്ഷേ കോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്താൽ എയറിൻ്റെ പ്രസൻസിലോ ആബ്സെൻസിലോ അത് വേറെ പ്രൊഡക്ട്സ് ആണ്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും ഒന്നെങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻ മാറിപ്പോയതായിരിക്കും, വെറുതെ ഇവിടെ ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി എയർ ആണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ആൻസർ നമ്മളിതിൽ കൺഫേം ചെയ്തില്ല. പക്ഷേ മിക്കവാറും 90% നിങ്ങൾ ഇത് എഴുതിയെങ്കിൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക്, അപ്പോൾ 2 പ്രൊഡക്ട്സ് അല്ലേ ചോദിച്ചുള്ളൂ, ചിലപ്പോൾ 2 മതിയോ. അതിൽ ഏതിൽ 2 എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും മാർക്ക് കിട്ടും. ഇത് കൺഫേംഡ് അല്ല, ഞങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഡിസ്ക്രിപ്ഷൻ ഇടുള്ളൂ. ഓക്കെ, അതുവരെ ഇത് അൺകൺഫേംഡ് ആണ് ഞങ്ങളുടെ എൻഡിൽ നിന്ന്. വേറെ നമ്മുടെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ വന്നാൽ ഞങ്ങൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ആൻസർ. അപ്പം ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റായിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യില്ല ആൻസർ. അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടേണ്ടതാണ്. ഇനിയിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് എന്താണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം ആണല്ലേ. അപ്പോൾ അവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് ഇതൊന്നും അല്ല, അവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് വേറെയാണ്. അത് നമ്മുടെ പെട്രോളിയം അല്ലെ ക്രൂഡ് ഓയിൽ, നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലെ പെട്രോൾ കിട്ടും, ഡീസൽ കിട്ടും, അങ്ങനെ നാഫ്ത കിട്ടും, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കിട്ടും, അങ്ങനെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്. അത് പക്ഷേ കോളിൻ്റെ അല്ലേ, ഇവിടെ ചോദിച്ചിരുന്നത് കോളല്ലേ, അത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് പെട്രോളിയത്തിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കിട്ടുന്ന പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ക്വസ്റ്റൻ എഴുതിയ ആൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആൻസേഴ്സ്. അപ്പോൾ ഇത് എഴുതിയാലും മോസ്റ്റ് പ്രോബബ്ലി 90% നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് എഴുതുക, അത് എഴുതുക, ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് മാർക്ക് തരേണ്ടതാണ്. പക്ഷേ നമ്മൾ കൺഫേംഡ് അല്ല, അതുകൊണ്ട് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് വേവലാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്ക ആൾക്കാരും ഇത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. സ്കിപ്പ് ചെയ്തില്ലെങ്കിൽ വേറെ ഇത്രയും മാർക്സില്ലേ, 80 മാർക്സില്ലേ, അതിൽ 40 മാർക്കല്ലേ പോകുള്ളൂ, വലിയ ബുഫേ അല്ലേ, 40 മാർക്ക് പോലെ. അപ്പോൾ നിങ്ങൾ വേറെ എവിടുന്നൊക്കെ മാർക്ക് വാങ്ങിച്ചോളും. ഓക്കെ, അപ്പോൾ 25th ക്വസ്റ്റ്യനിൽ ചെറിയൊരു രണ്ടാമത്തെ പാർട്ടിൽ മാത്രം ചെറിയൊരു എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്.
26th സിമ്പിൾ ക്വസ്റ്റൻ ആണ്. റെയിൻബോ ഇസ് ഫോം ഡ്യൂ ടു ഡിസ്പേർഷൻ. അവർ തന്നെ പറഞ്ഞു. ഓക്കെ, ശരി. അങ്ങനെയാണ് ചോദ്യം എന്താണ്? വാട്ട് ഈസ് ഡിസ്പേർഷൻ? ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ ഉണ്ട്, എഴുതി വെക്കുക. ഡിസ്പേർഷൻ ഇസ് ദ ഫിനോമിന ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്പേർഷനോ റിഫ്രാക്ഷനോ സ്കാറ്ററിങ്ങോ എന്തായാലും ചോദിക്കും. ഡിസ്പേർഷൻ ചോദിച്ചല്ലോ, എഴുതി വെക്കുക. ബേസിക്കലി ഈ കോൺസ്റ്റന്റ് കളേഴ്സ് എന്നോ കമ്പോസിറ്റ് ലൈറ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. വെറുതെ എഴുതുക. ഡിസ്പേർഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഫിനോമിന ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കളേഴ്സ്, കോൺസ്റ്റന്റ് കളേഴ്സ്. അല്ലെങ്കിൽ വിബ്ജിയോർ എന്നൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അത്ര എഴുതിയാൽ മതി. ഈ റെഗുലർ അറേ അതിൻ്റെ കാര്യമൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അവിടെ എഴുതിയാൽ എന്നിട്ട് ഒരു മാർക്ക് ഇവിടെ കിട്ടി. രണ്ടാമത്തെ പാട്ട് എന്താ ചോദിക്കുന്നത്? ഇവിടെ ഒരു ബി ഉള്ളൂ കേട്ടോ. Write down the changes in sunlight in the water droplet as the rainbow forms. റെയിൻബോ ഫോം ചെയ്യുമ്പോൾ സൺലൈറ്റ് വെള്ളത്തിനുള്ളിൽ കയറിയല്ലോ. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിക്കുക? രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് സംഭവിക്കുക. ഒന്ന് റിഫ്രാക്ഷൻ സംഭവിക്കും, റിഫ്രാക്ഷൻ. പിന്നെ എന്താ സംഭവിക്കുക? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ഇനി നിങ്ങൾ ഡിസ്പേർഷൻ കൂടി എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഡിസ്പേർഷന് സംഭവിക്കും. അപ്പം ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? 2 മാർക്ക് കിട്ടും. അപ്പോൾ ഇത്ര സിമ്പിളായിരുന്നു. എല്ലാ കാര്യം അവർ ഓൾറെഡി പറഞ്ഞു. ഇതൊക്കെ സംഭവിക്കുന്നു പറഞ്ഞു. എന്നോട് ചോദിക്കുകയാണ് എന്താ സംഭവിക്കുക. അപ്പോൾ റിഫ്രാക്ഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ഡിസ്പേർഷൻ, ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാലും നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് വീണു. ഓക്കെ, 26th കഴിഞ്ഞു. 27th ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ വിത്ത് എയർ ഇസ് ഷോൺ ഫിലോ. നമുക്ക് ഓൾറെഡി അറിയാം, ചിലർക്ക് ഓൾറെഡി അറിയാം. 48.6 ആണ് ക്രിട്ടിക്കൽ ആംഗിൾ വാട്ടർ എയർ മീഡിയത്തിൻ്റെ. ചോദിച്ചിരിക്കുന്ന ഡിഫൈൻ ക്രിട്ടിക്കൽ ആംഗിൾ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡെഫിനേഷൻ ഉണ്ട്, അത് എഴുതിയാൽ കിട്ടും. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? നമുക്ക് റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ ഇൻസിഡൻറ്റ് ലൈറ്റിൽ, എവിടെ ഇൻസിഡൻറ്റ് ലൈറ്റ് ഇങ്ങനെ പോകുന്നു, ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് ആംഗിളിൽ എന്ത് സംഭവിക്കും? റിഫ്രാക്റ്റഡ് ലൈറ്റ് ഇങ്ങനെ ആയിരിക്കും പോവുക. റിഫ്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റേ ഇങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ ഈ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഉണ്ടാക്കുന്ന ഇൻസിഡൻറ്റ് ആംഗിളാണ് എന്ത്? നമ്മുടെ ക്രിട്ടിക്കൽ ആംഗിൾ. ഇത് ഇതേപോലെ നമ്മുടെ ലൈവ് സെഷനിൽ ഉണ്ടായിരുന്നു. ലൈവ് സെഷൻ കണ്ടവർക്കൊക്കെ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? വെൻ ലൈറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ and the refracted angle is 90 degree or refracted rays perpendicular to the normal. എങ്ങനെ എഴുതാൻ കുഴപ്പമില്ല. The incident angle formed is the critical angle. അപ്പോൾ ഉണ്ടാവുന്ന ഇൻസിഡൻറ്റ് ആംഗിൾ ആണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. അല്ലാണ്ട് ക്രിട്ടിക്കൽ ആംഗിൾ 90 എന്ന് എഴുതിയവർക്ക് തെറ്റ് കിട്ടിയിട്ടുണ്ടാവും. 90 എന്ന് എഴുതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിൽ, ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിട്ടിക്കൽ ആംഗിൾ 90 അല്ല, 90 റിഫ്രാക്റ്റഡ് ആംഗിൾ ആവുമ്പോൾ ഉണ്ടാവുന്ന ഇൻസിഡൻറ്റ് ആംഗിളാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇത്ര നിങ്ങൾ എങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് വരും. വാട്ട് ചേഞ്ചസ് ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ് വിൽ ബി ഒബ്സർവ്ഡ് ഇഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഇൻക്രീസ് ഫ്രം ക്രിട്ടിക്കൽ ആംഗിൾ. ഇതും നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. സെയിം ക്വസ്റ്റ്യൻ എന്താണ്? ഇൻസിഡൻസ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും നമ്മൾ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? കണ്ടീഷൻ എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷനാണ് അല്ലേ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അത്ര എഴുതി വെക്കുക. വെറുതെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എഴുതിയാൽ അവിടെ മാർക്ക് വീണു. ഇത് നമ്മൾ ലൈവിൽ വീണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡൻറ്റ് ആംഗിൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ആൻസർ ചെയ്താൽ അവിടെ 2 മാർക്ക്, 1 മാർക്ക്, മൊത്തത്തിൽ 3 മാർക്ക് കിട്ടും. ഓക്കെ. 28th the magnification of an image formed in a mirror is -1. ഓക്കെ, മാഗ്നിഫിക്കേഷൻ -1 ആണ്. ഓക്കെ, മിററിലാണ് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് വിത്ത് വാല്യൂ ഓഫ് മാഗ്നിഫിക്കേഷൻ? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഞാൻ ലൈവിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ്. ഇത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമ്പർ പാർട്ടും സൈനും പ്ലസ് ഓർ മൈനസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എന്താണ് സൂചിപ്പിക്കുന്നത്, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവ് കേട്ടവർക്കൊക്കെ അറിയാം. മൈനസ് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ അതെന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. പ്ലസ് എന്ന് പറഞ്ഞാൽ ഇറക്റ്റ് ആയിരിക്കും, മൈനസ് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പോൾ കിട്ടിയല്ലോ. അപ്പം ഇവിടെ എഴുതുക നെഗറ്റീവ് പാർട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദി ഇമേജ് obtained is inverted. എഴുതി വെച്ചാൽ അവിടെ 1 മാർക്ക് കിട്ടി. വാട്ട് ഈസ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിഫിക്കേഷൻ പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ഇമേജ് ഹൈറ്റ് ടു ഒബ്ജക്റ്റ് ഹൈറ്റ്. ഇത്രയേ ഉള്ളൂ. അതാണ് മാഗ്നിഫിക്കേഷൻ. ദ റേഷ്യോ ഓഫ് ഇമേജ് ഹൈറ്റ് ടു ഒബ്ജക്റ്റ് ഹൈറ്റ്. ഇനിയിപ്പോൾ അതൊന്നും എഴുതിയില്ല, ഇംഗ്ലീഷ് എഴുതിയില്ല, ഈ ഫോർമുല എഴുതി വെച്ചാലും നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. ഇമേജിൻ്റെ ഹൈറ്റ് ബൈ ഒബ്ജക്റ്റ് ഹൈറ്റ്, അതാണ് നമ്മുടെ മാഗ്നിഫിക്കേഷൻ. ഇനി ലാസ്റ്റ് പാർട്ട് നോക്കാം. ഐഡൻറ്റിഫൈ ദ മിറർ യൂസ്ഡ്. എങ്ങനെയാണ് മിറർ ഐഡൻറ്റിഫൈ ചെയ്യുക? നോക്കുക. ഇത് ഇൻവേർട്ടഡ് ഇമേജ് അല്ലേ? അപ്പോൾ ഇൻവേർട്ടഡ് ആണ്, റിയലും ആയിരിക്കില്ലേ? എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. റിയലും ഇൻവേർട്ടഡ് എപ്പോഴും ഒരുമിച്ചായിരിക്കും. വെർച്വൽ ഇരട്ട എപ്പോഴും ഒരുമിച്ചായിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യാൻ പറ്റുന്ന മിറർ, ആകെയുള്ള ഒരു മിറർ എന്താണ്? കോൺകേവ് മിറർ ആണ് അല്ലേ? കോൺകേവ് മിററിനാണ് ആകെ ഒരു സ്ക്രീനിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. കോൺവെക്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? എപ്പോഴും വെർച്വൽ ആയിരിക്കും. മിററിൻ്റെ ഉള്ളിൽ മാത്രമേ ഇമേജ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. കോൺകേവ് ആണെങ്കിൽ മാത്രം. അപ്പോൾ കോൺകേവ് ആണ് ആൻസർ. കോൺകേവ് ആണെങ്കിൽ മാത്രമേ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇൻവേർട്ടഡ് ആണ്, അതുകൊണ്ടാണ് മൈനസ് സൈൻ ഇവിടെ ഉള്ളത്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ലൈവ് കണ്ടിട്ടുള്ളവർക്കൊക്കെ ഈ ആൻസർ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. Exam Winner. Crack your exams with Exam Winner.